ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി. വിട്ടുമാറാത്ത കഴുത്തുവേദന, നടുവേദന, ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ, നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം. എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. പൂക്കോട്ടുംപാടം മൂലേപ്പാടം മലയോരപാതയുടെ നിർമ്മാണം. അമരമ്പലം പഞ്ചായത്തിലെ ജലവിതരണം മുടങ്ങിയിട്ട് 19 ദിവസം. വാട്ടർ അതോറിറ്റി എയെ ഉപരോധിച്ച UDF അംഗങ്ങൾ. മലയോരപാതയുടെ നിർമ്മാണത്തിനായി ജലവിതരണ കുഴലുകൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ പേരിലാണ് ഡിസംബർ 11 മുതൽ അമരമ്പലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ ആശ്രയിച്ചു കഴിയുന്ന 3900 കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുട്ടിയത്. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷമായ UDF അംഗങ്ങൾ നിലമ്പൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി ഉപരോധിച്ചത്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥ ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായി. സ്വന്തമായി കിണറുകളില്ലാത്ത കുടുംബങ്ങളാണ് ഇതിൽ ഏറെയും. പലരും കഴിഞ്ഞ 19 ദിവസമായി തലചുമടായാണ് വീട്ടിലേക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK ബാലസുബ്രഹ്മണ്യൻ, നിഷാദ് പൂക്കോട്ടുംപാടം, MA റസാഖ്, VP അഫീഫ, വിഷ്ണു നറുക്കിൽ, സുനിത നൊട്ടത്ത് എന്നിവരാണ് ഉപരോധത്തിന് നേതൃത്വം നൽകിയത്. ഒരു പഞ്ചായത്തിലെ 3900 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 19 ദിവസമായി കുടിവെള്ളം മുട്ടിയിട്ടും സ്ഥലം MLA തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ കുടിവെള്ള വിതരണം ഇനി മുടങ്ങിയാൽ സമരം MLA ഓഫീസിന് മുന്നിലായിരിക്കുമെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. അമരമ്പലം പഞ്ചായത്തിൽ ഇന്ന് തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം പുനരാരംഭിക്കുമെന്ന് AE അഫ്സൽ പറഞ്ഞു. പഴയതുപോലെ ജലവിതരണം സുഗമമായി നടക്കാൻ ചിലപ്പോൾ 2-3 ദിവസങ്ങൾ കൂടി എടുത്തേക്കാമെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മാറ്റല്ല, ചില സ്ഥലങ്ങളിൽ പൈപ്പ് അവർ റോഡ് താഴ്ത്തുന്നതോടുകൂടി നമ്മളെ പൈപ്പുകൾ പുറത്ത് കാണുകയാണ്. അപ്പോൾ ആ പൈപ്പുകളിലൂടെ വെള്ളം സപ്ലൈ ചെയ്യാൻ കഴിയില്ല. അത് അപ്പോൾ താത്തിട്ട് കൊടുക്കുകയാണ്. അതിനുള്ള ഫണ്ട് അവർ KRFP നമുക്ക് അടച്ചിട്ടുണ്ട്. അത് വെച്ചൊരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പണികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏകദേശം പണി തീർന്ന് ഞങ്ങൾ വാൾവ് തുറക്കുകയാണ് അമരമ്പലത്തേക്ക്. അതിനിടയിൽ ചെറിയ ഇഷ്യൂസൊക്കെ വന്നുകൊണ്ട് 2 ദിവസം ലാഗിങ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ആ പണിക്കാരൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ തുറന്ന് വെള്ളം കൊടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഈ ചെയ്ത പണികളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കേടുപാടുകൾ തീർക്കാൻ നിർത്തും. അതുപോലെ തന്നെ തുടർന്ന് ഉള്ള ദിവസങ്ങൾ 2 ദിവസത്തിന് ശേഷം അവർ എവിടെയെങ്കിലും എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അത് മാറ്റിയിടേണ്ടി വരും. അപ്പോൾ വീണ്ടും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. അതുകൂടി അറിയിക്കണം. അപ്പോൾ കിട്ടുന്ന സമയത്ത് എല്ലാവരും വെള്ളം മാക്സിമം ഉപയോഗിക്കുക, എടുത്തു വെക്കാനുള്ള, സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ഇതിലെത്തിച്ചേരുക. റോഡ് താഴ്ത്തുന്നതിന് മണ്ണെടുത്തപ്പോൾ പണ്ട് സ്ഥാപിച്ച വിതരണ കുഴലുകൾ ഉയരത്തിലായി. ഇതാണ് ജലവിതരണം മുടങ്ങാൻ കാരണമെന്ന് AE പറഞ്ഞു. നിലവിൽ റോഡിനുള്ളിൽ കിടന്നിരുന്ന പൈപ്പുകളുടെ കാലപ്പഴക്കം പോലും നിർണ്ണയിക്കാനാവില്ല. പൊതുമരാമത്ത് കേരള റോഡ് ഫണ്ട് വിഭാഗം പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനുള്ള ഫണ്ട് നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.